നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾ ജ്വല്ലറിയിലേക്കാ. ആക്കി വരുന്നുണ്ടെങ്കിൽ കാറിൽ കയറിക്കോ. വേണമെങ്കിൽ ശ്യാമയും കൂടി വിളിച്ചോ. അവിടെ നല്ല സെലക്ഷനാ. നെക്ലസ് സെലക്ട് ചെയ്യാൻ ഞാൻ സഹായിക്കാം. അത് വേണ്ട, നിങ്ങൾ പോയിക്കോ. അഖി, ജീവിതം ഒന്നേ ഉള്ളൂ. ഓരോ നിമിഷവും അടിച്ചു പൊളിക്കണം. അങ്ങനെയാ ജീവിച്ചു തീർക്കേണ്ടത്. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഷോപ്പിംഗ് മോളിലും ജ്വല്ലറിയിലൊക്കെ പോണെങ്കിൽ ഈ വേഷം പറ്റില്ല. അതിന് ഞാൻ എങ്ങും വരുന്നില്ലല്ലോ. ആ, ഇപ്പൊ തോന്നുമ്പോ വരാനും പോവാനൊക്കെ ഇവിടെ കാറില്ലല്ലോ അല്ലേ? ആ, ഓട്ടോ വിളിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ഐശ്വര്യ മതി. ഓക്കെ, എന്നാ ഞങ്ങൾ ചെല്ലട്ടെ. ശരി അഖി, അപ്പോ നാളെ ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് ശ്യാമയോട് അടിപൊളിയായിട്ട് വരാൻ പറയണേ. ഓക്കെ മതി. ഓക്കെ, ശരിടാ. നാളെ ശ്യാമയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കുക? 1000 രൂപ പോലും തികച്ചില്ല. നാളെ ഉറപ്പായും ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണം. ചേച്ചി, ഒരു വഴിയുണ്ട്. എന്തു വഴി? അടിച്ചു മാറ്റുന്നു. എന്ത്? ക്യാഷ്. മനസ്സിലായില്ല. അഖിലേട്ടന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ ചേച്ചിക്ക് രൂപ വേണം. അതിന് നമ്മൾ അടിച്ചു മാറ്റുന്നു. എന്താന്ന് വെച്ചാ തെളിച്ച് പറയാപ്പോ. ചേച്ചിക്ക് ട്യൂഷൻ അഡ്വാൻസ് കിട്ടിയ രൂപ ജയന്തി എടുത്തിട്ട കയ്യിലല്ലേ? നമുക്കത് അടിച്ചു മാറ്റാന്നാ പറഞ്ഞേ. അതൊന്നും വേണ്ട. സാരമില്ല, എന്തായാലും അത് ചേച്ചിയുടെ രൂപയല്ലേ. ആയിക്കോട്ടെ, പക്ഷെ ആരും കാണാതെ നമ്മളൊന്നും എടുക്കുന്നത് ശരിയല്ല. നമ്മുടെ അച്ഛൻ അങ്ങനെയാണോ അപ്പുനെ പഠിപ്പിച്ചിരിക്കുന്നത്? അല്ലല്ലോ. സോറി ചേച്ചി, ചേച്ചിയുടെ വിഷമം കണ്ടപ്പോ പറഞ്ഞു പോയതാ. സാരമില്ല, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്, കേട്ടല്ലോ? ഇല്ല ചേച്ചി. നമുക്കേ നേരായ വഴി എന്തെങ്കിലും നോക്കാം. എന്താ? ചേച്ചി, എന്നാ നമുക്ക് ജയന്തി ഏട്ടത്തിയോട് നേരിട്ട് ചോദിച്ചാലോ? രൂപ പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കാന്ന് പറയണം. അത് ഉറപ്പില്ല, എന്നാലും വേറെ വഴിയില്ലല്ലോ. നോക്കാം. തിരിച്ചു കൂടുതൽ പൈസ കിട്ടുമെന്ന് കേൾക്കുമ്പോ ജയന്തി ഏട്ടത്തി സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.